സ്വാഗതം. അപ്പോൾ ഇന്ന് എന്തിനാ പോകുന്നത്? ഷോപ്പിംഗ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലേ കൊച്ചിക്ക് പോണതിന് മുന്നേ സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനും മമ്മിയാണ് പോകുന്നത്. സായ്മോൻ എത്തിയിട്ടില്ല. സായ്മോൻ എത്തുന്നതിന് മുന്നേ 5 മണിക്ക് മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ എത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചലിലാണ് ഞങ്ങളിപ്പോൾ. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം എന്നൊക്കെ ഉള്ളത് ചെറുതായിട്ട് ലിസ്റ്റ് ഇട്ട് വെച്ചിക്കണ്. ഇനി ഓർമ്മ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കണം. നെസ്റ്റോക്കാണ് പോണത് കേട്ടോ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം എന്നൊക്കെ മനസ്സിലാവുമല്ലോ. അവിടെ 2 പൂച്ചകൾ തല്ലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പോണതിന്റെ സങ്കടത്തിലാണ് തോന്നുന്നു തല്ലുണ്ടാക്കി. എനിക്ക് അറിയാൻ പാടില്ല. 2 പൂച്ച കുറേ നേരമായി തല്ലുണ്ടാക്കൽ തുടങ്ങിയിട്ട് നമുക്കത് കാര്യമാക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ. അപ്പൊ നമ്മൾ നെസ്റ്റോക്ക് പോവാണ്. എനിക്ക് എന്തൊക്കെയാ പറയണ്ടേ, എന്തൊക്കെയാ ചെയ്യേണ്ടത് ഒന്നും അറിയണില്ല. ഞാൻ ആ ഒരു ഇതിലാണ്, ടെൻഷനിലാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നെസ്റ്റോക്ക് പോകാൻ വേണ്ടി ഇറങ്ങട്ടെ ഗൈസ്. എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് ഷോപ്പിംഗ് ഇങ്ങനെ കാണാം. ഷോപ്പിങ്ങിന് പോകാന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന് ഷോപ്പിംഗ് പോകേണ്ട പിന്നെ പല്ല് ക്ലീൻ ചെയ്യാൻ പോവാണ്ട് ത്രെഡ് ചെയ്യാൻ പോകാനുണ്ട്. അപ്പോൾ ത്രെഡിങ് മേ ബി ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യൽ കുറവായിരിക്കും. സമയം ഉണ്ടെങ്കിലേ ചെയ്യുള്ളൂ. പക്ഷെ പല്ല് ക്ലീൻ ചെയ്യാണ്ട് പല്ല് ചെറുതായിട്ടൊന്ന് മഞ്ഞപ്പല്ലായിക്കണം. നിങ്ങൾക്ക് കാണാണ്ടാവില്ല, പക്ഷെ പല്ല് ചെറുതായിട്ടൊന്ന് മഞ്ഞക്കളറായിരിക്കണം. കാരണം ഞാൻ പല്ല് ക്ലിപ്പ് ഇട്ട് അഴിച്ചതിന് ശേഷം ഒരൊറ്റ വട്ടേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പശകൾ കറക്റ്റായിട്ട് പോയിട്ടുണ്ടായില്ല. അപ്പോൾ രണ്ടാമത് ഒന്നുകൂടി ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. കാരണം നമ്മൾ എല്ലാ ആൾക്കാരെയും സ്വാഗതം വെൽക്കം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് വേണം, ചിരിച്ച് വെൽക്കം ചെയ്യണം. ചിരിക്കുമ്പോൾ നല്ല 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 പുഞ്ചിരി വേണം. അപ്പോൾ ആ പുഞ്ചിരിക്ക് വേണ്ടി നമ്മൾ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകണം ആദ്യം. അപ്പോൾ ആദ്യം പല്ല് ക്ലീൻ ചെയ്യാനാണ് പോണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെസ്റ്റോക്ക് പോകും, ഷോപ്പിങ്ങിന് പോകും. അങ്ങനെ തന്നെ. അപ്പം തന്നെ നമുക്ക് ഇറങ്ങാം ഗൈസ്. ആ കാണുന്ന പൂച്ചകളാണ് ഇത്ര നേരം തല്ലുണ്ടായിക്കൊണ്ടിരുന്നത്. കണ്ടോ, എന്തോ കാര്യത്തിൽ പറയാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഓരാണ് തല്ലുണ്ടാക്കിയിരുന്നത്. ഇപ്പം ഉണ്ടായിക്കണോക്കിയൊക്കെ വീഡിയോ എടുക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഓരോ സാധനം വരും, കാക്ക വരും, പൂച്ച വരും, വരാത്തൊന്നുമില്ല. ഗൈസ് പല്ല് ക്ലീൻ ചെയ്യാൻ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി പല്ല് ഡോക്ടർക്ക് എത്തി. ഞാൻ മുടി പൊടഞ്ഞിട്ട് കണ്ടോ. പണ്ടത്തെ ആൾക്കാർ പ്രസവിക്കാനൊക്കെ, പണ്ടത്തല്ല എപ്പോഴും അങ്ങനെ തന്നെ, പ്രസവിക്കാനൊക്കെ ആൾക്കാർ മുടി മുടഞ്ഞിട്ട് പോലെ ഞാൻ മുടഞ്ഞിട്ടൊക്കെ വലിയ കാര്യത്തിൽ. ഞാൻ പറഞ്ഞു നമ്മൾ ആലോചിച്ച് വെക്കാം. പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശരിക്കും പല്ല് വൃത്തിയേടായിട്ടിരിക്കല്ലേ വേണം. പക്ഷെ പല്ല് നമ്മൾ ആദ്യം വൃത്തിയാക്കും, എന്നിട്ടാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി വരിക. അപ്പോൾ ഡോക്ടർക്ക് തന്നെ മനസ്സിലാവും പല്ല് ക്ലീൻ ചെയ്യാനുള്ള പ്രശ്നം എന്താ അറിയോ. പല്ല് ക്ലീൻ ചെയ്താൽ നമ്മൾ അത്രക്കും ഐസ് കടിക്കാനുള്ള, ഐസ് പ്രതിരോധിക്കാനുള്ള പവർ പോയി കിട്ടും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പല്ല് ക്ലീൻ ചെയ്താൽ. എനിക്കിപ്പോൾ മേലത്തെ പല്ലുകൊണ്ട് ഐസ് കടിക്കും പ്രശ്നമില്ല. ഇനിയിപ്പോൾ അത് പോയി കിട്ടുണ്ടാവും. നമുക്ക് ചെറിയ കോൾഡ് ഡ്രിങ്ക് കുടിക്കാൻ തോന്നിയാലോ, അത് ഉദ്ദേശിച്ചത്. ഗൈസ് പല്ല് നല്ല വെളുത്തിക്കണ്. അതേപോലെ തന്നെ ഞാൻ കരയായിരുന്നു. കരഞ്ഞു കഴിഞ്ഞിട്ടാണ് ആ പല്ല് ക്ലീനിങ് ആ സാധനം മുഴുവൻ കഴിഞ്ഞത്. സംഭവം എൻ്റെ മോണമ്മ ചെറിയ പഴുപ്പുണ്ടായ കാരണം കൊണ്ടാണ്. പക്ഷെ എന്നാലും ഭയങ്കര വേദനയായിരുന്നു. ശരിക്കറിയ എനിക്ക് എൻ്റെ തള്ളയാണെങ്കിലോ പുറത്ത് പോയി നല്ല റീലല്ല, ഞങ്ങൾ പുതിയ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. എല്ലാരും കൂടി കൂടിയ ഷോർട്സ് ഉണ്ട്. ഈ പാട്ട് എന്നെ കാണുക ഞാൻ വെച്ചോ. മറ്റേ അമ്മക്ക് ഇവിടെ പേറ്റുവേദന, അമ്മക്ക് വയറുവേദന, ഓർക്കവിടെ IPL പറഞ്ഞ പോലെ ആ അവസ്ഥയിൽ മമ്മി ഇരുന്നത്. നേരെ മനസ്സിൽ മോൾക്ക് ഇവിടെ പല്ലുവേദന, അമ്മ അവിടെ നല്ല എടുത്തിട്ടുണ്ട്. അതാണ് സംഭവം. ഞങ്ങൾ നെസ്റ്റോക്ക് പോകണം ഗൈസ്. സംസാരിക്കാതെ നെയ്യ പല്ല് പിടിച്ചിട്ട് ഇവിടെ ഇരിക്കാം. നെസ്റ്റോക്ക് പറ്റി അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിലെത്തി. ഇനി വിളയാട്ടങ്ങൾ നെസ്റ്റോയിൽ. ഗൈസ് ആദ്യം നമുക്ക് ലൂഫ് എടുക്കാം. കുളിച്ച് മരിക്കും ഞാൻ. ഈ ലൂഫ് എടുക്കാം ഗൈസ്. നമുക്ക് നെയിൽ പോളിഷ് അത്യാവശ്യമാണ്. അപ്പം അത് നമുക്കൊരു കളർ സെലക്ട് ചെയ്യാം ഗൈസ്. ഒരുപാട് തരത്തിലുള്ള ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് എനിക്ക് എന്നെ തന്നെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി കണ്ടു ഗൈസ്. ഇടയിൽ കൂടെ ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടോ. വീഡിയോ എടുക്കാൻ മറന്നുപോയി. ആ ലൈസ് വേണം, ചോദിക്കാനൊന്നും ഇല്ലല്ലോ. അതെ, നിങ്ങൾ കാണാനിരിക്കുന്ന സങ്കടത്തിലൊക്കെ കുറിക്കാൻ എന്തെങ്കിലുമൊക്കെ സാധനം ഇട്ടിരുന്നു. അത് അത്ര വലിയ പാക്ക് മേടിച്ച് പിന്നെ കെട്ടി വെക്കാൻ ഞാൻ ബുദ്ധിമുട്ടണ്ടേ. കുഞ്ഞു കുഞ്ഞേ പാക്ക് എടുക്കാം. അപ്പുറത്തപ്പ അത് പ്രോട്ടീൻ ഇതൊക്കെയാണ്. എനിക്ക് പ്രോട്ടീൻ്റെ ആവശ്യമൊന്നുമില്ല.
ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ ഒരു പാക്കറ്റ് വേണം എനിക്ക്. ഐ ലവ് 50-50. നമുക്ക് ഇതെടുക്കാം ഗൈസ്. വലിയ കാര്യത്തിൽ അത് വേണം ഇത് വേണം ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ച സ്നേഹം കൊണ്ടാണ്. നല്ല എവിടെയാണ് ഓഫറുള്ള ആ സാധനം വേണമെന്ന് ചോദിക്കണത് എന്നോട്. ആ മനസ്സിലായി. അതിലത്തൊരു പാക്കറ്റ് എടുത്തോളി ഗൈസ്. മറ്റേ കൊച്ചി പോകുന്ന ഞാൻ കോഴിക്കോടൻ സ്മിച്ചർ ഗൈസ്. നമ്മൾ ലിസ്റ്റിൽ ഇത് സാധനത്തിൽ ഉണ്ടോ എന്നുള്ളത് ഒന്ന് തപ്പി നോക്കേണ്ടതാണ്. ലിസ്റ്റില്ലാത്ത എന്തൊക്കെ സാധനം മേടിച്ചു കൂട്ടിയിരിക്കുന്നത്, അത് വേറെ കാര്യം. പിന്നെ ഇപ്പൊ പാല് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ കഴിക്കാറില്ല. ബിരിയാണി ആയി വീട്ടിൽ പോവാ. മേടിക്കണം. ഇപ്പൊ ഇനി അടുത്ത സാധനങ്ങളൊക്കെ അവിടെ നമ്മൾ നിരത്തി വെച്ചിട്ട് ഇനി നമ്മൾ മേലെ ട്രോളികൾ നോക്കാൻ വേണ്ടി പോകണം. ട്രോളി, ഒരു ഷർട്ട് കിട്ടിയ ഷർട്ട് മേടിക്കണം, അല്ലെങ്കിൽ പാൻറ് കിട്ടിയ പാൻറ് മേടിക്കണം. അങ്ങനെ പലതും ഉണ്ട് ഗൈസ്. അതിന് പോവുകയാണ്. ഇവിടെ പോയി പരിപാടി അത് വെച്ചാൽ ഇങ്ങനെ തന്നെ ട്രോളി നീങ്ങില്ല കേട്ടോ. സ്റ്റെപ്പ് ഇങ്ങനെ ഒന്നും തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞോടത്തൊക്കൊന്നും വരുന്നില്ല. കുട്ടികളുടെ സെക്ഷനാണ് ഗൈസ്. ഇവിടെ ഒന്നും എനിക്കൊരു കാര്യമല്ല. ഞാൻ വലിയൊരു സെക്ഷനിലേക്ക് പോട്ടെ ഗൈസ്. ഇതോ ഒന്ന് നോക്കിയിട്ട്. അപ്പൊ ഇതിൽ കട്ടിയില്ലേ? നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോർമൽ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ പിങ്കിൻ്റെ ഒരു പച്ച ഷർട്ടൊക്കെ എടുക്കണം ഗൈസ്. ഒരു ഷർട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്ട്രാ 2 കളർ ഷർട്ട് മേടിച്ചിട്ടുണ്ട്. ഒരു പാൻറ്റും 3 ഷർട്ടാണ് ഇപ്പോൾ നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കാം ഗൈസ്. പെട്ടി മേടിക്കാൻ വന്നപ്പോൾ പെട്ടിക്കൊക്കെ വമ്പിച്ച വിലകൾ. ബാക്കിയുള്ളവർക്ക് ഇത് വില അല്ലേക്കാരും, പക്ഷെ ഞങ്ങൾക്ക് ലേശം വില കൂടുതലാണ്. അപ്പം അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിലാണ് ഗൈസ്. ഇന്ന എയർപോർട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് മമ്മ എയർപോർട്ടിലേക്ക് പോണ പോലെ വന്നുകൊണ്ടിരിക്കണത്. ഓ നടക്കി പ്ലീസ് മാം. എത്രക്കൊക്കെ വില കുറക്കാൻ പറ്റുമോ അത്രക്ക് വില കുറക്കുന്ന സാധനങ്ങളാണ് ഞങ്ങളിപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചെരുപ്പാണ് എൻ്റെ മന്ദംകാലിന് നല്ലത്. ഞാൻ മന്ദംകാല് എന്ന് പറഞ്ഞത് ഈ ഒരു കാലിന് ഈ വലിപ്പം ഇല്ലാതെ നടക്കൂല ഗൈസ്. അപ്പം അതെടുക്കാം ഗൈസ്. എൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും എൻ്റെ പേളിൻ്റെ കമ്മൽ മിസ്സാവും. ഇപ്രാവശ്യം മിസ്സാവാതെ നിർത്തി വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ പേളിൻ്റെ കമ്മൽ കാണാനില്ല. അത് ഞാൻ തപ്പി ഉണ്ടാക്കണം. ഇവിടെ അങ്ങനെ എത്ര മോഡൽ ചെറുപ്പുകൾ ഉണ്ടായാലും ഞങ്ങളെ കണ്ണപ്പം പോയി വട്ട ചെറുപ്പ് നോക്കാം. ഇതില്ല ഞങ്ങൾക്ക് മുടി കെട്ടാനേ പറ്റൂല ഗൈസ്. മമ്മയുടെ പേടിച്ചിക്കട്ടെ വരാതെ. മമ്മക്കവിടെ തിരിച്ച് കയറാൻ പറ്റില്ല. സോറി മമ്മ. അമ്മ സ്പെഷ്യലായിട്ട് എടുക്കാൻ പറഞ്ഞ വീഡിയോ ആണ്. ഓക്കെ, ബില്ലടിക്കാനായി ഗൈസ്. എല്ലാ പർച്ചേസും കഴിഞ്ഞു. അമ്മൻ്റെ കിളി പോകുന്ന ദിവസമാണ് ഗൈസ്. ഞങ്ങൾ പർച്ചേസിങ് കഴിഞ്ഞു. അമ്മ പൈസ പൊട്ടിയ സങ്കടത്തിരിക്കണം. നമ്മൾ കാര്യമൊക്കെ ഉണ്ട്. നമ്മൾ ആ വിജയത്തിന് വേണ്ടിയിട്ടല്ലേ അല്ലേ? ഓട്ടോറിക്ഷ വന്ന് ഞങ്ങൾ സാധനമൊക്കെ എടുത്തൊക്കെ ഗൈസ്. ഒരു ലോഡുണ്ട് ഗൈസ്. ഞങ്ങളെല്ലാ പരിപാടിയും കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി അടുത്ത പരിപാടി പാക്കിംഗ് ആണ്. അപ്പോൾ ഇനി ടാസ്ക്കുള്ള പരിപാടി അതാണ്. പിന്നെ നാളെ എങ്ങനെ പോകും, എങ്ങനെ വരും, ഇതൊക്കെയാണ് ചിന്തയില്ല. വീട്ടിൽ പോയിട്ട് ചിന്തിക്കണം, പാക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിനി വീട്ടിലോട്ട് പോകാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവസാനം ഫുഡ് കഴിക്കാനുള്ള നിലയിലെത്തി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കാണ് റിയാലിറ്റി ഹിറ്റ് ചെയ്യണത് ഞാൻ നാളെ പോവുകയാണെന്നുള്ള കാര്യം. വിശന്നിട്ട് കണ്ണ് കാണാനില്ല. അപ്പം ഞങ്ങൾ ബിരിയാണി കഴിക്കട്ടെ. വെജ ഗൈസ്. ഇന്നത്തൊക്കെ പാട്ട് പാടണം. എൻ്റെ ഒരു ഇരുമാലേജൊക്കെ കണ്ടു. പറ ഗൈസ്. പല്ല് ക്ലീൻ ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം. ഫുഡല്ലേ. പല്ല് ക്ലീനല്ലേ? പല്ല് ക്ലീൻ വളർത്തിട്ട് പറ്റുള്ളൂ. കഴിച്ചോ? 3 ലിറ്റർ വെള്ളം കഴിച്ചോ? ബിരിയാണി ടേസ്റ്റ് ഉണ്ട് കഴിച്ചു, പക്ഷെ നടക്കില്ല. എങ്ങനെ കഴിക്കണ്ട ഞാനാണ് ആ ഐഡിയ പുറത്തേക്ക് എടുത്തത്. പല്ല് ക്ലീൻ ചെയ്യണമെന്ന് ഞാനാ പറഞ്ഞത്. അപ്പൊ കുറ്റബോധം ഗൈസ്. അപ്പൊ നമ്മൾ പെട്ടിയൊക്കെ മേടിച്ച് എല്ലാം മേടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി പെട്ടി ആദ്യമായി ഞാൻ തുറന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടി നമ്മൾ സോഫ കയറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ നല്ല സിബുകൾ തുറക്കണം. ഇതാണ് ഫ്രണ്ട് തോന്നുന്നു കേട്ടോ. അമ്മ ഇതിൽ ഒരുപാട് സ്ഥലമുണ്ടല്ലോ. നമ്മള് പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടി പോണേന് നമ്മള് സാധനം മേടിച്ചത് ഓരോന്ന് പറയുന്നതായിട്ട് നമ്മള് ഇന്റലിജന്റ് ആയിട്ട് വേണം എടുത്തു വെക്കാൻ വേണ്ടി. ഇന്നത്തെ കുറച്ച് ഡ്രസ്സുകൾ എടുത്തു വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ഇന്റലിജന്റ് ആയിട്ട് ഓരോ സാധനം എടുത്തു വെക്കാൻ വേണ്ടി പോണേ. എവിടെ എങ്ങനെ എടുത്തു വെക്കണം എന്ന് നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് വേണം എടുത്തു വെക്കാൻ.
അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ നമ്മുടെ അടുത്തുള്ള എല്ലാ മേക്കപ്പ് സാധനങ്ങളും അട്ടിക്ക് വെക്കാൻ പോണത്. ഗൈസ്, പെട്ടി പാക്കിങ്ങിന്റെ ഇടയിൽ കൂടെ തലയിൽ എണ്ണ ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയാൽ ഞാനൊക്കെ ഒറ്റയ്ക്ക് കേൾക്കണ്ടേ. തലയിൽ എണ്ണ വെച്ചിട്ട് ഇച്ചിരി പേരൊക്കെ ചെയ്യുവാണ്ടോ കാര്യം തന്നെ. അപ്പോൾ തലയിൽ എണ്ണൊക്കെ വെച്ച് നല്ലവണ്ണം തല വെച്ച് കുളിച്ചാൽ കൊച്ചിത്തെ വെള്ളത്തേക്ക് വേദന തലയാണ് മുക്കണ്ടല്ലോ. അപ്പോൾ നല്ലവണ്ണം തല തേച്ച് വെച്ചിട്ട് കുളിച്ചിട്ട് ബാക്കി പാക്കിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. തല ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ പിന്നെ ആ ഉണങ്ങുന്ന ടൈമിൽ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നല്ലോണം തല എണ്ണ വെച്ച് പിടിപ്പിക്കട്ടെ ഗൈസ്. കുളിച്ചിട്ട് കാണാം. അപ്പൊ നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. എന്റെ പാത്രം അതൊക്കെ എങ്ങോട്ട് പോവാൻ വയ്യാത്ത അവസ്ഥയിലാണ്. അപ്പൊ ഞാൻ പാത്രം വരെ എടുത്തു വെക്കുന്നുണ്ട്. ബാക്കി ഫുഡിന് ആവശ്യമായിട്ടുള്ള എല്ലാ 50-50 മാൽക്കിസ്റ്റ് മിച്ചർ പോലെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഡാർക്ക് പാൻസി അതൊക്കെ ഉണ്ട്. ബാക്കി ചെരുപ്പും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും എടുക്കാനില്ല. അപ്പൊ എനിക്ക് ഡൗട്ട് അടിക്കാം, എന്തൊന്നും എടുക്കാനില്ലാത്ത ഒരു കൊച്ചിക്ക് പോണ ഞാൻ ഇത്ര കൊണ്ടുപോയാൽ എന്നൊക്കെ ഡൗട്ട് അടിക്കാം. ഇനി കൊച്ചിക്കാ പോണത്, ദുബായിക്കല്ല പോണത്. അതാണ് ഒരു പോയിന്റ്. അതാണ്. അപ്പൊ പിന്നെ ഇനി ഡൗട്ട് അടിക്കാനില്ല. അപ്പൊ നമുക്ക് ഈ പാത്രം കമഴ്ത്തി വെച്ചതിന് ശേഷം ഇതിന്റെ മേലെ ബെഡ്ഷീറ്റ് വെച്ചിട്ട് നമ്മളെ പെട്ടി ക്ലോസ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബാഗ് കൂടി എടുക്കുന്നുണ്ട്, അതിലേക്ക് എടുത്തു വെക്കാന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, വെച്ചോ. അങ്ങനെ അവസാന നിമിഷത്തിലേക്ക് പെട്ടി കെട്ടി കഴിഞ്ഞു. വേറെ പണികളുണ്ട് പിന്നെ മോളെ, ഇഷ്ടംപോലെ പണിയുണ്ട്. പുരുകൊക്കെ ത്രെഡ് ചെയ്യാറുണ്ട്. അതിനൊക്കെ ഇരിക്കാൻ നിൽക്കണുള്ളൂ. ഇനിയിപ്പോ ഉറങ്ങാനുണ്ട് ഏറ്റവും മെയിനായിട്ട്. അപ്പൊ നമ്മള് പെട്ടി കെട്ടി കഴിഞ്ഞു. ഇങ്ങനെ വലിക്കുക. പെട്ടി കെട്ടാൻ പറ്റി വേറെ കോഴ്സ് പഠിപ്പിക്കുന്നു. അതിലെല്ലാവർക്കും ഉണ്ടായിക്കോട്ടെ. അവിടെ ഇങ്ങനെ വലിക്കുക. എന്നിട്ട് പിന്നെ ഇങ്ങനെ ക്ലോസ് ആക്കി വെക്കാം. സിമ്പിൾ. പെട്ടി പാക്കിങ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫയൽസിൽ കാറിലൊക്കെ എടുത്തൊക്കെയാണ് അതിൻ്റെ കുറച്ച് സർട്ടിഫിക്കറ്റുകളും കുറച്ച് ആധാർ പാൻ കാർഡിൻ്റെ കോപ്പി കാറിലൊക്കെ എടുത്ത് വെക്കാണ്. എന്നിട്ട് അതൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എക്സ്ട്രാ ഒരു ബാഗ് കൊണ്ടുവന്നത്, അത് എനിക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള ചെരുപ്പ് എടുത്ത് വെക്കാൻ, ചാർജർ, ഇയർഫോണ്, പിന്നെ അങ്ങനത്തെ ബെൽറ്റ്, പിന്നെ ഡിറ്റർജൻറ്റ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം നമുക്ക് പെട്ടെന്നൊക്കെ എടുക്കേണ്ടി വരുന്ന സാധനങ്ങൾ അങ്ങനത്തൊക്കെ നമുക്ക് പെട്ടി വെക്കേണ്ടാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ബാഗിലാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കി സാധനം നമുക്ക് ഇതിലൊക്കെ അത്യാവശ്യം വരുന്നത് നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ പറ്റുമല്ലോ. ആ ഒരു ഓപ്ഷൻ ഉള്ള കാരണം കൊണ്ടാണ് ഞാൻ പിന്നെ സമാധാനത്തിൽ അത്യാവശ്യമുള്ള കാരണം മാത്രം എടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ പാക്കിങ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി പോണ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.